ഹലോ ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനിവിടെ പരിചയപ്പെടുന്ന ഒരു USB ബോർഡ് തന്നെയാണ്. ഇതിന് മുന്നേ ഞാൻ USB ബോർഡിൻ്റെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ USB ബോർഡ് എന്ന പ്ലേലിസ്റ്റിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് USB ബോർഡിൻ്റെ ഹമ്മിങ് എങ്ങനെ ഒഴിവാക്കാം, പുതിയ മോഡൽ USB ബോർഡ്, അതുപോലെ തന്നെ നോൺ അനൗൺസ്മെൻറ്റ് USB ബോർഡ്, USB ബോർഡിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതുപോലെ FM-ന് അനുയോജ്യമായ USB ബോർഡ് ഏത്, FM നല്ല ക്ലിയർലി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ പല ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി അതൊന്ന് കാണാൻ ശ്രമിക്കാം. ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് നേരെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത് G-Starൻ്റെ തന്നെ മറ്റൊരു USB ബോർഡാണ്. G-Star USB ബോർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാക്കിംഗ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നറിലായിരിക്കും അവർ പാക്ക് ചെയ്ത് അയക്കുന്നത്. ഇതും G-Starൻ്റെ തന്നെ USB മൊഡ്യൂൾ കിറ്റ് വിത്ത് ലേറ്റസ്റ്റ് വെർഷൻ ബ്ലൂടൂത്ത് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ LED ബാക്ക് ലൈറ്റാണ് വരുന്നത്. അതുപോലെ വലിയ IC ആണ് അതിൻ്റെ മെയിനായിട്ട് IC ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ബോർഡ് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് വയർ എന്ന കമ്പനിയാണ് ഇതിൻ്റെ ബോർഡ് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വയർ എന്ന കമ്പനി ഇപ്പോൾ ഇറങ്ങുന്ന USB ബോർഡിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു USB ബോർഡാണ് വയർ എന്ന കമ്പനിയുടെ USB ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പറാണ് USB BT057. ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഈ ഒരു ബോക്സിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് സാധാരണ വരുന്ന പോലെ തന്നെ ഒരു റിമോട്ട്, എല്ലാ USB ബോർഡിൻ്റെ കൂടെ വരുന്ന അതേ രീതിയിലുള്ള ഒരു റിമോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു റിമോട്ട് തന്നെയാണ് ഉള്ളത്. നമ്മൾ സാധാരണ ഒരു ചെറിയ ടിന്നായിട്ടുള്ള റിമോട്ട് ഉണ്ട്, അതെല്ലാം ഇതിൽ കുറച്ച് വലിയ റിമോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിന് AAA ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി തീർന്നാലും റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റെന്ന് വെച്ചാൽ ആദ്യത്തെ റിമോട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ റിമോട്ടായിരിക്കും, പക്ഷേ അത് ബാറ്ററി പോയാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ റിമോട്ടിൽ അങ്ങനെ വരുന്നില്ല. പിന്നെ വരുന്നത് അതിൻ്റെ കണക്റ്റിംഗ് വയറാണ് അതിൽ കൂടെ വരുന്നത്. കണക്റ്റിംഗ് വയറും നല്ല അത്യാവശ്യം ഗേജുള്ള വയർ തന്നെയാണ് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ വരുന്ന നമ്മൾ USB ബോർഡ് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വയറുണ്ടാവും, ചെറിയ അതിൻ്റെ ഉള്ളിൽ വളരെ നേർമ കമ്പിയായിരിക്കും ഉണ്ടാകുക. അത് നമ്മൾ സോൾഡിങ് ചെയ്താൽ തന്നെ പെട്ടെന്ന് വിട്ടു വരുന്ന രീതിയിലുള്ള വയറായിരിക്കും നമ്മൾ കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്ന വയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയുള്ള വയർ തന്നെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ആകെ 2 വയർ മാത്രമേ നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളൂ. ഓഡിയോ ഔട്ടും അതുപോലെ തന്നെ DC ഇൻപുട്ടിന് വേണ്ടിയുള്ള 2 വയർ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ USB ബോർഡ്. അത്യാവശ്യം വലിയൊരു USB ബോർഡ് തന്നെയാണ്. നല്ല ഒരു ബബിൾ കവറിലൊക്കെയാണ് അത് പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബബിൾ കവറിലേക്കാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നല്ല നല്ല സാധനങ്ങളെല്ലാം ഈ ഒരു ബബിൾ കവറിലാണ് പാക്കിംഗ് ചെയ്ത് വരുന്നത്. കാരണം അതിൻ്റെ ഡാമേജ് സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബോർഡ് കാണുന്നത് അത്യാവശ്യം നല്ല ഷൈനിങ് ഉണ്ട്, നല്ല ലുക്കോട് കൂടിയുള്ള ഒരു USB ബോർഡ് തന്നെയാണ്. മെമ്മറി കാർഡ് ഉണ്ട്, അതുപോലെ ഓക്സി ഇൻപുട്ട് ഉണ്ട്, പെൻഡ്രൈവ് ഇൻപുട്ട് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം ഒരു 8 ബട്ടണോളം അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാം. പ്ലേ, പുഷ്, അതുപോലെ തന്നെ വോളിയം, റിവേഴ്സ്, അതുപോലെ നെക്സ്റ്റ്, വോളിയം, പ്ലസ്, റെക്കോർഡ്, സ്റ്റോപ്പ്, റിപ്പീറ്റ്, ഫോൾഡർ എന്നിങ്ങനെ കുറച്ച് ബട്ടൺസ് നമ്മളതിൻ്റെ മുകളിൽ കാണാവുന്നതാണ്. മോഡ് എന്നിങ്ങനെ കുറച്ച് ബട്ടൺസ് അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള വലിയൊരു IC തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. നമുക്ക് 2 IC നമുക്കിതിൽ കാണാവുന്നതാണ്. ഈ ഒരു IC എന്ന് പറയുന്നത് നമുക്കതിൻ്റെ LED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതിന് ഡ്രൈവേയുള്ള IC ആണ് ഈ ഒരു വലിയ IC എന്ന് വരുന്നത്. ഈ ഒരു സെക്ഷനാണ് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ വരുന്നത്. ഓഡിയോ ഔട്ട്പുട്ട് സെക്ഷൻ വരുന്നത് ഈ ഒരു സെക്ഷനും. ഈ ഭാഗമാണ് അതിൻ്റെ DC ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. DC ഇൻപുട്ട് സെക്ഷനിൽ നമുക്കൊരു ഡയോഡ് കാണാം. ഈ ഒരു ഡയോഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻ കേസ് ഇതിലേക്ക് നെഗറ്റീവ് പോസിറ്റീവ് മാറിക്കൊടുത്താലും ഇതിൻ്റെ IC കംപ്ലൈൻറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കൊരു ഡയോഡ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വളരെ ഒരു ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ് അതിലൊരു ഡയോഡ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മളൊരു 5 വോൾട്ട് 1.5 അല്ലെ 2 ആംപിയർ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യും. നമ്മൾ ഇത്രയും ആംപിയർ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത് ഒരു പ്രത്യേക IC വരുന്നുണ്ട്, അതുപോലെ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു 1 ആംപിയർ കൊടുത്താൽ പോരാ, ഏകദേശം 1.5 ആംപിയർ മിനിമം തന്നെ നമുക്കിതിൽ കൊടുക്കണം. എന്നാലേ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്കിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈറ്റെല്ലാം ഡിം ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇതിന് അഡീഷണൽ ആയിട്ടൊരു ഓക്സി ഇൻപുട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിന, അത്യാവശ്യം വലിയ രീതിയിലുള്ള ബ്ലൂടൂത്ത് ആൻറ്റിനാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി എന്നും പറയുന്നത്. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത്യാവശ്യം വലിയ ഒരു ബോർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് 6 ഹോൾ കാണാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിതോടെ ഫിറ്റ് ചെയ്യാൻ കഴിയും.
ഓക്കെ, ഈ ഒരു ബോർഡ് വന്നിരിക്കുന്നത് 2 PCBയിലാണ്. അടിവശത്തായിട്ടൊരു PCBയും അതുപോലെ വലിയൊരു PCBയും കാണാം. നമ്മൾ ഈ ഒരു അടിവശത്ത് PCBയിലാണ് നമുക്കിതിൻ്റെ പെൻഡ്രൈവ് സോക്കറ്റും മെമ്മറി കാർഡും അതുപോലെ ഓക്സ് ഇൻപുട്ടും എന്നുള്ള സോക്കറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത് അടിവശത്തുള്ള ആ ഒരു ചെറിയ PCBയിലാണ്. മെയിനായിട്ടുള്ള വലിയൊരു PCBയിലാണ് ബാക്കിയുള്ള ICയും കണക്ടേഴ്സും എല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ട്രാൻസിസ്റ്റർ നമുക്ക് കാണാം. ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ LED ബാക്ക് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രാൻസിസ്റ്റർ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ബോർഡ് നമ്മൾ ഇതിന് ആ ഒരു പ്ലാസ്റ്റിക് കേസിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉൾവശത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഈ രീതിയിലാണ് അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യുമ്പം ഇതിനെ പൊളിച്ചടക്കിയെന്നൊന്നും തോന്നരുത്. എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ പുഷ് ഓൺ സ്വിച്ച് മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. സാധാരണ വരുന്ന മൈക്രോ സ്വിച്ച്, ചെറിയ മൈക്രോ സ്വിച്ചാണ് ഇതിൽ വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ സെൻസർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് 2 LED കാണാവുന്നതാണ്. ലെഫ്റ്റും അതുപോലെ റൈറ്റും 2 LED കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല പ്രകാശത്തിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കൊരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ മൈക്ക് വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇനി ചിലപ്പം അടുത്ത ബാച്ച് ചിലപ്പം മൈക്കിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ട് അവർ അയക്കും തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബാച്ചിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല. ജസ്റ്റ് ബ്ലൂടൂത്ത് മാത്രം, ബ്ലൂടൂത്തും FM-ഉം അതുപോലെ ഓക്സ് ഇൻപുട്ട്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, അന്നിങ്ങനെ കുറച്ച് ഫങ്ഷൻസ് മാത്രമാണ് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ടുള്ളൂ. ഇനി ചിലപ്പോൾ ഇതിൻ്റെ പുതിയ വെർഷനിൽ ചിലപ്പം ഈ പറഞ്ഞ മാതിരി മൈക്കെല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിൽ വരാൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റിംഗ് വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടെസ്റ്റിംഗ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ FM-ൻ്റെ ക്ലിയറും അതുപോലെ ബ്ലൂടൂത്തിൻ്റെ നോയ്സും റെക്കോർഡിംഗ് ഓപ്ഷൻ എല്ലാം തന്നെ വളരെ പെർഫെക്റ്റായിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു കൊടുത്തിരിക്കുന്നത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 1 ആംപിയറാണ്. ടെസ്റ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്നത്. കാരണം ടെസ്റ്റിംഗ് നമ്മൾ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്ന ജസ്റ്റ് ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 1 ആംപിയർ ഇതിലേക്ക് കണക്ട് ചെയ്തത്. The Bluetooth device is ready to pair. FM tuner. Aux input motor. The Bluetooth device is ready to pair. ഓക്കെ ഫ്രണ്ട്സ്, ഒരു USB ബോർഡിൽ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുന്നേ നമ്മൾ പരിചയപ്പെട്ട ഒരു ബോർഡ് ഉണ്ടായിരുന്നു, നോൺ അനൗൺസ്മെൻറ്റ് ബോർഡ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു ബോർഡിൽ നോൺ അനൗൺസ്മെൻ്റ് അല്ല, വിത്ത് അനൗൺസ്മെൻ്റ് ആണ് വരുന്നത്. എന്നാലും ഇതിന് ഓഡിയോ ക്വാളിറ്റി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് റിമോട്ടിലും എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ ബട്ടണിലും കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ബാക്ക് ലൈറ്റ് ഓഫ് ആകുന്ന സംഭവം ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിൽ ഒരു ട്രാൻസിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ റിമോട്ടിൽ പവർ ഓഫ് ചെയ്താൽ ബാക്കിൽ ആ ഒരു ട്രാൻസിസ്റ്റർ വഴി നമുക്കതിൻ്റെ ബാക്ക് ലൈറ്റും ഓഫ് ആകുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷൻ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പവർ ആംപ്ലിഫയറിൽ തന്നെ മെയിൻ പവർ സപ്ലൈ ഓഫും ചെയ്യുന്ന രീതിയിൽ നമുക്കതിനെ സർക്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് അതിനുള്ളൊരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതിന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ്. നമ്മൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ പേര് കാണുന്നത് വയർ BT എന്നുള്ള ഒരു ഓപ്ഷനായിരിക്കും നമ്മുടെ മൊബൈലിൽ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ നെയിം കാണിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബ്ലൂടൂത്ത് സിമ്പൽ ബ്ലിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ സോങ് ഒന്ന് പ്ലേ ചെയ്തതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലൂടൂത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വരുന്ന USB ബോർഡിലെല്ലാം തന്നെ അതിൻ്റെ ബ്ലൂടൂത്തിൽ ഒരു സെർച്ചിങ് നോയ്സ്, ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് നമ്മൾ കേൾക്കാം. അത് നമ്മൾ എത്ര വോളിയം കുറച്ചിട്ടാലും നമുക്കത് നമ്മുടെ ആംപ്ലിഫയറിൽ കേൾക്കാവുന്ന രീതിയിലാണ് പല USB ബോർഡിൽ നിന്നും വരുന്നത്. പക്ഷേ ഈ ഒരു USB ബോർഡിൽ നമുക്ക് സെർച്ചിങ് നോയ്സ് കേൾക്കുന്നില്ല. ജസ്റ്റ് അത് കണക്ട് ചെയ്ത ആ ഒരു ടോൺ മാത്രം, കണക്റ്റിംഗ് ടോൺ മാത്രമേ കേൾക്കുന്നത്. അല്ലാതെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഇതിന്ന് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോഡിൽ പോയി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെൻഡ്രൈവ് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് തന്നെ USB-യിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൽ മറ്റൊരു പ്രത്യേകതയാണ് ഫോൾഡർ എന്നൊരു ബട്ടൺ. ഈ ഒരു ഫോൾഡർ എന്നൊരു ബട്ടൺ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫോൾഡർ ബേസ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്, ഫോൾഡർ ബേസ് സോങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൾഡർ എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ ഉള്ളത്. ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മോൾ ഭാഗത്ത്, ആ ഡിസ്പ്ലേയിലെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാം F01, F02 എന്നിങ്ങനെ നമ്പേഴ്സ് മാറുന്നത് കാണാം. അതെന്താ വെച്ചാൽ നമ്മൾ
ഈ ഒരു USB പോർട്ടിൽ ഫോൾഡർ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അത് പോകുന്നുണ്ട്. പല ആൾക്കാരും പല ഫോൾഡറും ഒരു സോങ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. തമിഴിനൊരു ഫോൾഡർ, അതുപോലെ ഇംഗ്ലീഷിനൊരു ഫോൾഡർ, മലയാളം എന്നിങ്ങനെ ഹിന്ദി, ഇങ്ങനെ പല സോങ് പല ഫോൾഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൾഡർ ബേസ് നമുക്ക് പാട്ട് ചെയ്യാൻ ഈ ഒരു ഫോൾഡർ എന്ന ഓപ്ഷനുള്ള ബട്ടൺ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മളോട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ FM ആണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു വയർ മാത്രമാണ് ഇതിന് ആൻറ്റിനയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. വലിയ ആൻറ്റിനെ കൊടുക്കണം സാധാരണ. ഞാനിതിൽ ചെറിയൊരു ആൻറ്റിനെ മാത്രമാണ് ടെസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് പല USB ബോർഡിലും FM എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നല്ലാതെ ഒരിക്കലും നല്ല ക്ലിയർ ആയിട്ടുള്ള ചാനൽ നമുക്കൊന്ന് കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു USB ബോർഡിൽ അപേക്ഷിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ FM ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓട്ടോ സെർച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ഈ ഒരു പാനലിൽ വരുന്ന പ്ലേ എന്നുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓരോ ചാനലും ഡിക്റ്റേറ്റ് ചെയ്ത് കാണാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ P എന്നുള്ള ഓപ്ഷൻ P01, 02, 03 എന്നിങ്ങനെ ഒരു ഓപ്ഷനും കാണാം. ഇത് ഓരോ പ്രോഗ്രാമും സേവ് ചെയ്യുന്നതിൻ്റെ നമ്പറാണ് P01, P02 എന്നുള്ള പറയുന്നത്. ഇതിൽ ഓട്ടോ സെർച്ചിൽ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് കുറേ ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പല USB ബോർഡ് നമുക്ക് റേഡിയോ ചാനൽ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം തന്നെ അതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസും ICയുടെയും ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രം തന്നെയാണ്. പക്ഷേ ഈ ഒരു USB ബോർഡിൽ അത്യാവശ്യം നല്ല ക്ലിയറിൽ കിട്ടുന്നത്. പല ആൾക്കാരും എന്നോട് ചോദിച്ചാണ് FM ക്ലിയർ ആയിട്ട് കിട്ടുന്ന USB ബോർഡ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പല ആൾക്കും ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നതും ഈ വയർ എന്ന കമ്പനിയുടെ USB ബോർഡ് തന്നെയാണ്. ഈ USB ബോർഡിൽ അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് പല FM സ്റ്റേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ തന്നെ ഇപ്പോൾ 91.9 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ കോഴിക്കോടുള്ള ഒരു FM സ്റ്റേഷനാണ്. ഓക്കെ, ഇനി നമ്മളോട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ FM റേഡിയോയിലുള്ള പ്രോഗ്രാം എങ്ങനെ പെൻഡ്രൈവിലേക്ക് റെക്കോർഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ നോക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാനലിൽ വരുന്ന റെക്കോർഡ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ അതിൽ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആവുന്നതാണ്. അതിനുശേഷം ഒന്നുകൂടി പ്രസ് ചെയ്താൽ അത് എൻഡ് ആവും. അതിനുശേഷം നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്ത പ്രോഗ്രാം നമുക്കതിൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഓക്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് അതിലേക്ക് പ്ലഗിങ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് അത് കണക്റ്റഡ് ആണ്. നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഓക്സ് ഇൻപുട്ട് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ലൈൻ ഇൻപുട്ട് എന്ന മോഡിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈൻ ഇൻപുട്ട് കൊടുത്താൽ അതിലെ സിഗ്നൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഡ്രൈവിലേക്ക് റെക്കോർഡ് ചെയ്യാം. അത് നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റെക്കോർഡ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നൽ, അതായത് ലൈൻ ഇൻപുട്ടിൽ ഏത് സിഗ്നലാണോ അത് നമുക്ക് പെൻഡ്രൈവിലേക്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ അത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പം റെക്കോർഡിംഗ് ഓപ്ഷൻ കൊടുത്തപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് USB എന്നുള്ളത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മളിപ്പോൾ ഈ ഒരു ഓഡിയോ സിഗ്നൽ കൊടുത്തത് USBയിലേക്കാണ്, അതായത് പെൻഡ്രൈവിലേക്കാണ് റെക്കോർഡ് ചെയ്യുന്നുള്ളതിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ തന്നെ കേൾക്കാവുന്നതാണ്. റെക്കോർഡിംഗ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി വരുന്ന ഓഡിയോ സിഗ്നൽ നമുക്ക് പെൻഡ്രൈവിലേക്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് റെക്കോർഡിംഗ് ചെയ്യാൻ കഴിയുന്ന ഫയൽ എന്ന് പറയുന്നത് നമ്മൾ അതിലെ റേഡിയോയിൽ വരുന്ന പ്രോഗ്രാമും അതുമല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഓക്സ് ഇൻപുട്ടോ അല്ലെങ്കിൽ ബാക്കിൽ ഓക്സ് 2 ഇൻപുട്ടോ കണക്ട് ചെയ്ത ആ ഒരു സെക്ഷനിലേക്ക് കൂടി വരുന്ന പ്രോഗ്രാംസ് മാത്രമാണ് നമുക്ക് പെൻഡ്രൈവിലേക്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ റെക്കോർഡ് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഒരു ഓപ്ഷനിലുള്ള നമുക്ക് പെൻഡ്രൈവിലേക്കോ മെമ്മറിയിലേക്കോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കൊരു മെമ്മറി കാർഡ് കണക്ട് ചെയ്യാം. പല USB ബോർഡിലും മെമ്മറി കാർഡ് എടുക്കുന്നില്ല. പക്ഷേ ഈ USB ബോർഡിന് അങ്ങനത്തെ പ്രശ്നമുണ്ടോ നോക്കാം. എന്തായാലും നമുക്ക് ഇതിലേക്ക് മെമ്മറി കണക്ട് ചെയ്യാം. മെമ്മറി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടത്, അതിൻ്റെ ചിപ്പ് വരുന്ന ഭാഗം അടിവശത്തായിട്ടൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എന്നാലാണ് അതിലേക്ക് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് കണക്ട് ചെയ്താൽ തന്നെ നമുക്കവിടെ SD കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. നമ്മൾ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ SD എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം SD കാർഡിലെ പാട്ടുകളും മറ്റു കാര്യങ്ങളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫോൾഡർ ബേസ് വേണമെങ്കിൽ നമുക്ക് പാട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്, റെക്കോർഡിങ് ചെയ്യാവുന്നതാണ്, എല്ലാം അതിലേക്ക് ചെയ്യുന്നതാണ്. നമ്മൾ റെക്കോർഡിങ് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ FM ആക്കി റെക്കോർഡ് ചെയ്യുമ്പോൾ
റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ നമുക്കവിടെ SD കാർഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും അവിടെ ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നത്. നേരത്തെ നമ്മൾ USB കണക്ട് ചെയ്തപ്പോൾ മെമ്മറി പെൻഡ്രൈവ് കണക്ട് ചെയ്തപ്പം പെൻഡ്രൈവിലേക്കുള്ള ആ ഒരു സിഗ്നലാണ് ബ്ലിങ്ക് ചെയ്തത്. അപ്പോൾ മെമ്മറി കാർഡിലേക്കാണെങ്കിൽ SD എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ആ റെക്കോർഡ് ചെയ്ത ഫയൽ പ്ലേ ബാക്ക് ആയിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. FM tenure. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബോർഡിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു. ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ FM ക്ലിയർ ആണ്. FM നല്ല പക്ക ക്ലിയർ ആയിട്ടുള്ള FM തന്നെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ നല്ല ലെങ്ത് ഉള്ള ഒരു ആൻറ്റിന വയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെ നമുക്ക് ഇതിൽ FM കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ചാനൽ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു വയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വലിയ വയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ആൻറ്റിന വയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദൂരെയുള്ള FM എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ സെർച്ചിങ്ങിലെ നോയ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ബോർഡിൽ നിന്ന് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡീറ്റെയിലിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വരുന്നത് ഗുഡ് ബൈ, ഇറ്റ്സ് മീ രാജു സൈനിങ് ഔട്ട്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.